ഇന്ന് അച്ചാച്ചയ്ക്ക് ലീവുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ തക്കുടൂനെ രാവിലെ തന്നെ ഞാനും അച്ചാച്ചയും കൂടെ അംഗൻവാടി കൊണ്ട് വിട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ തോന്നിയില്ല. അപ്പം നേരെ കല്ലാർകുട്ടി വരെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് വെറുതെ ഇറങ്ങിയതാട്ടോ. അപ്പം രാവിലെ വലിയ മഴയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കാരണം കല്ലാർകുട്ടി വരെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി. അപ്പം അവിടെ കല്ലാർകുട്ടി എത്തുന്നതിന് മുന്നേ ചെറിയ മഴയൊക്കെ പെയ്തു. അപ്പോൾ കോട്ടൊക്കെ എടുത്തിട്ടു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നിന്ന് നോക്കി, കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ കോട്ട് ഇടാണ്ട് അവിടം വരെ എത്താവോ എന്നൊക്കെ നോക്കി. പക്ഷേ പറ്റിയില്ല, നല്ല മഴ പെയ്തു. നേരത്തേക്കും പിന്നെ അങ്ങനെ തന്നെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയിട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു ഷാപ്പിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ 3:30 ആകുമ്പോഴത്തേക്കും തക്കുടൂനെ വിളിക്കുകയും ചെയ്യണം. അപ്പോൾ വേറെ എവിടെയും പോകാൻ പറ്റിയാൽ അവളെ കൂട്ടാണ്ട് പോകണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഷാപ്പിൽ കയറി. അപ്പം ഞാൻ കപ്പയും മീൻകറിയും പറഞ്ഞു. അതുപോലെ അച്ചാച്ച കപ്പയും പന്നിയും. അച്ചാച്ചയ്ക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലും ഒന്നെങ്കിൽ പന്നി അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കൂട്ടൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോരാമെന്ന് വിചാരിച്ചുകൊണ്ട് തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ജസ്റ്റ് അവിടെ വരെ ഒരു റൈഡ് പോയിട്ട് വരാം, അപ്പുറം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ച് പോകാം, മഴയൊന്നും ഇല്ലായിരുന്നു. അവിടെ പോയിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ കുറഞ്ഞായിരുന്നു. അപ്പോൾ എന്നാൽ എവിടെയെങ്കിലും പോകാമെന്നും പറഞ്ഞുകൊണ്ട് 2 വളവ് കഴിഞ്ഞ് പോയിട്ട് തിരിച്ച് വരാമെന്നും പറഞ്ഞുകൊണ്ട് പോയി. ഞങ്ങൾ ഇടുക്കി വരെ പോയിട്ടോ. ഇടുക്കിക്ക് ഇതിന് മുന്നേ ഞങ്ങൾ പോയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസിന് അങ്ങനത്തെ കാര്യത്തിനൊക്കെ പോയി, അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ അങ്ങനത്തെ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനൊക്കെ ആട്ടോ പോയിട്ടുള്ളൂ. അല്ലാണ്ട് ഇതുപോലെ കാണാനായിട്ട് അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഇതിന് മുന്നേ ഒരു തവണ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടുക്കി കുളമാവൊക്കെ കൂടിയാണ് പോകുന്നത്. അന്നാണേലും ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെ ആയത് കാരണം ഒന്നും കണ്ട് കേട്ട് നമുക്കങ്ങനെ നിന്നൊന്നും പോരാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് അന്ന് ഓട്ടോയിലും കൂടെ ആയത് കാരണം അത്രയ്ക്ക് ശരിക്കും നമുക്ക് കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് തക്കുടു ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്, അവളെ അംഗൻവാടിയിൽ വിട്ടേക്കുന്നതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും പോകാമെന്നും പറഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്തത് കാരണം പിന്നെ ഞങ്ങളങ്ങ് പോന്നു. അവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബഹളം വയ്ക്കാൻ ചാൻസ് ഉണ്ട്. വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. എന്നെ കൂട്ടാണ്ട് പോയോ എന്നൊക്കെ ചോദിച്ച് നല്ല വഴക്കായിരിക്കും കേട്ടോ. അപ്പം അച്ചാച്ചയാണെങ്കിൽ കുറച്ച് ദിവസം അടുപ്പിച്ച് ലീവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി പറഞ്ഞായിരുന്നു അവൾക്ക് എവിടെയെങ്കിലും കറങ്ങാൻ കൊണ്ടുപോകണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് ഞങ്ങൾ രണ്ടുപേരുടെ തന്നെ പോകുന്നത്. എന്നായാലും ഒരു അടിക്കുള്ള സ്കോപ്പുണ്ട്. അപ്പം ഞങ്ങൾ ചെറുതോണി എത്തി. ചെറുതോണിയിൽ നേരത്തെ ഇവിടെ പഴയ ബസ് സ്റ്റാൻഡ് ഇരുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രളയം വന്ന സമയത്ത് അതൊക്കെ പോയിട്ട് ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ ആയി. നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടോ ഇവിടെ. അപ്പോൾ മെഡിക്കൽ കോളേജ് ഇരിക്കുന്നിടത്ത് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന് മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടായുടെ വല്യമ്മച്ചിക്ക് വയ്യാണ്ട് വന്ന സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നതാണ് ഞങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ടുള്ള വഴിക്ക് ഒരു തവണയേ ഞാൻ വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ എന്നാ ബ്ലോക്കിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു ഒരു തിരുമൽ കേന്ദ്രവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ മൂടിക്കിടക്കുന്നൊരു കാലാവസ്ഥയാണെങ്കിൽ പോലും വലുതായിട്ട് മഴയും കാര്യങ്ങളും ഒന്നും പെയ്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ആദ്യമേ ഡാം കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഡാമിൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വഴിയിൽ വെച്ചേ ആൾക്കാർ പറയുന്നത് കേട്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് ആൾക്കാരെ കടത്തി വിടുന്നില്ല ടൂറിസ്റ്റുകളെ. അല്ലാണ്ട് ഒന്നും നമുക്കങ്ങനെ ഇറങ്ങി കാണാനുള്ള സൗകര്യം ഇപ്പോൾ ഇല്ലെന്നാണ് പറയുന്നത്. ഏതോ ചില ദിവസങ്ങളിൽ മാത്രമേ അവരെ ഓപ്പണാക്കി കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഈ വഴിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഒരുപാട് വലിയ മരങ്ങളും കൂട്ട് കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ മരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വഴിയും കാര്യങ്ങളും ഒക്കെ. പിന്നെ പോകുന്ന വഴിക്കൊക്കെ പഴയ നമ്മുടെ പണ്ട് കാലത്തുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഇത്രയും ഇടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ക്യാമറയുടെ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല, ഫോൺ അങ്ങനത്തെ ഒന്നും അലൗഡ് അല്ല എന്നും പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത് കാരണം ഞാൻ പിന്നെ വേറെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ അന്നേരം തന്നെ അത്യാവശ്യം നല്ല സമയമായിട്ട് 1 മണിക്കൂർ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കല്ലാർകുട്ടിയിൽ നിന്ന് പോകുന്നതാണ്. പക്ഷേ അത്യാവശ്യം ഞങ്ങൾ 11 മണിയായപ്പോൾ പോന്നിട്ട് 12:30 1 മണിയൊക്കെ ആകാറായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം. അപ്പോൾ എന്ന് വെച്ചാൽ ഒത്തിരി സ്പീഡിലല്ല പോയത്, അതുകൊണ്ട് അത്യാവശ്യം സമയമായിരുന്നു. പിന്നെ വേറെ എവിടെ ഇറങ്ങാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു പാർക്കിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തക്കുടൂനെ കൂട്ടാണ്ട് പോയതിന് അച്ചാച്ചിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്. അവളെ ഇനി കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് പാർക്കിൽ പോകാം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാനും സമ്മതിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്മാരകവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആദ്യമേ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലൂടെ ജസ്റ്റ് അങ്ങ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടു എന്നുണ്ടെങ്കിലും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ അച്ചാച്ചൻ തിരിച്ച് വന്ന് വീഡിയോ എടുത്തോളാൻ പറഞ്ഞുകൊണ്ട് വണ്ടിയൊക്കെ പയ്യെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ ചോദിച്ചുമില്ല, കയറിയില്ല കേട്ടോ. നമ്മൾ വഴിയിൽ നിന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് പോന്നു.
അത് കഴിഞ്ഞിട്ട് പിന്നെ പാർക്കിൽ പിന്നെ പോകാമെന്ന് പറഞ്ഞത് കാരണം വേറെ എവിടെയാണ് പോകുന്നത്, കുറച്ച് സമയം കൂടെ ഉണ്ട്, ഒരു മണിക്കൂറും കൂടെ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള അത്യാവശ്യ സമയം ഉണ്ടായിരുന്നത് കാരണം അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇടുക്കിയിലാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇടുക്കി ജില്ലയിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് കണ്ടിട്ടുള്ളതല്ലാണ്ട് ഡാം അടുത്ത് ഞാൻ കണ്ടിട്ടില്ല, അവിടെ പോയിട്ടില്ല. ഇവിടുന്ന് അമ്മയും ഇവരും എല്ലാവരും ഒക്കെ പോയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം എന്തായാലും ഇനി ആർച്ച് ഡാമിൻ്റെ അവിടെ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. ഞങ്ങളവിടെ ചെന്ന് അത്യാവശ്യം ദൂരെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞ് അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറേ ഡാമിൻ്റെ കുറച്ച് ഭാഗം വരെ നമുക്ക് കയറി ചെല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കയറി അടുത്ത് പോയി നിന്ന് കാണുകയൊക്കെ ചെയ്തു. പക്ഷേ നമുക്കത് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ലാത്തത് കാരണം ഞാൻ വേറെ ഒന്നും ഷൂട്ട് ചെയ്തൊന്നുമില്ല കേട്ടോ. പിന്നെ ഭയങ്കര മഴ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണൊന്നും പുറത്തെടുക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ മഴയായിരുന്നു. നമ്മളവിടെ ചെല്ലുന്നോടം വരെയുള്ള ഒരു ശാന്തതയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്തരീക്ഷത്തിന്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴ, ഇടുക്കിക്ക് നിർത്താണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഇടത്തൊക്കെ കയറി നിന്നു, എന്നാലും ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നത് കാരണം പിന്നെ എവിടെയെങ്കിലും നിന്ന് പോരാന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തക്കുടൂനെ കൊണ്ടുവരാൻ ലേറ്റ് ആവുമല്ലോ, അങ്കവാടിയിൽ വിട്ടേക്കുമല്ലേ, അപ്പോൾ വിളിക്കാൻ ഒരു മിനിറ്റ് എങ്ങാനും താമസിച്ച് ചെല്ലുവാവും. അങ്കവാടിയുടെ വാതിൽ തുറക്കുന്ന സമയത്ത് നമ്മൾ എവിടെ കാണാണ്ടിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തക്കുട് വയലുണ്ടാവും, ഭയങ്കര ദേഷ്യപ്പെടും. നീ എവിടെ പോയേക്കുമായിരുന്നടി എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുവേ. അതുവരെ പുള്ളി പാവുക, പക്ഷേ അങ്കവാടി വിടാൻ നേരത്ത് വാതിൽ തുറക്കുമ്പോൾ നമ്മളെ കണ്ടോണം, ഇല്ലെങ്കിൽ പുള്ളിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ എവിടെയും കയറാനൊന്നും നിന്നില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് ഇവിടെ ഈ വഴിയെടുത്ത് അട്ടിക്കളം എന്ന് പറയും, അപ്പോൾ അവിടെ ചേട്ടായിയുടെ അമ്മയുടെയൊക്കെ അച്ഛൻ്റെ തറവാടും കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നത് കാരണം അപ്പോൾ ആ സ്ഥലമൊക്കെ എന്നെ കാണിച്ചു തന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 10 മിനിറ്റൊക്കെ മതി, ജസ്റ്റ് നമുക്ക് അതിലൂടെയൊക്കെ ഒന്ന് കയറിപ്പോയി അവിടുത്തെ വഴികളൊക്കെ നിന്നെ പരിചയപ്പെടുത്തി തരാം, അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ വഴിക്കൊന്ന് കയറിപ്പോയി കേട്ടോ. പക്ഷെ ആരുടെയും വീട്ടിലൊന്നും പോയില്ല. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടായിയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ വന്നതല്ലാണ്ട് പിന്നെ ഒത്തിരി അങ്ങ് അത്യാവശ്യം വലുതായ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഉള്ള റൂട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ പണ്ടത്തെ വഴികളും കാര്യങ്ങളും ഒന്നും അല്ലെന്നാണ് പറഞ്ഞത്. വീടുകളൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലാകുന്നതിനേക്കാളും ഒത്തിരി മാറ്റം വന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന നമുക്ക് റോഡ് സൈഡിലൊക്കെ ഉണ്ടായിരുന്ന റിലേറ്റീവ്സൊക്കെ ഇവിടെ നിന്നൊക്കെ സ്ഥലം വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് താഴോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വീടുകളിൽ കൂടെ ഒക്കെ ചെല്ലാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ ഒത്തിരി താമസിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു തവണ വരുമ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ജസ്റ്റ് അമ്പലത്തിൽ കയറുന്നില്ല, നമ്മൾ നൊയമ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്നില്ല, ആ വഴിക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ഇനി വഴിയും കാര്യങ്ങളുമൊക്കെ നല്ലതാണെങ്കിൽ നമുക്ക് അടുത്ത തവണ ഇനി വരുമ്പോഴത്തേക്കും തക്കുടിനെയും കൊണ്ട് വരാം, അവളെയും കൂടെ കാണിക്കാം, അല്ലാണ്ട് കൂട്ടായിട്ട് നമുക്ക് തന്നെ ഇനി വരണ്ട, ഇനി വരുമ്പോൾ അവളെയും കൊണ്ട് പോരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ അമ്പലത്തിൻ്റെ വഴി വരെ വന്നു. അതെല്ലാം ഒന്ന് കണ്ടിട്ട് പോന്നു കേട്ടോ, അമ്പലത്തിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല, അവിടെ വരെ വന്നു, അതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ കോട്ടൊന്നും ഊരി വെക്കാനുള്ള ഒരിതൊന്നും ആയിട്ടില്ല. ഈ ചെറുതായിട്ട് മഴ കുറയും, അതുപോലെ തന്നെ മഴ കൂടും, അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേറെ എവിടെയും പോകാനൊന്നും നിന്നില്ല, നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. പോരുന്ന വഴിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ അങ്ങനെ ട്രാഫിക്കും കാര്യങ്ങളും അങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഒത്തിരി അങ്ങ് നമുക്ക് ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത് കാരണം ഒരുപാട് അങ്ങനെ ഇതാകാൻ പറ്റില്ല, സ്റ്റോറേജൊക്കെ എപ്പോഴും ഫുള്ളാകുന്ന കാരണം അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രമേ കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെയൊക്കെ കാണാൻ. ഇപ്പം മഴ ചെറുതായിട്ടൊന്ന് കുറയുന്ന സമയത്ത് ഇതുപോലെ നല്ല രീതിയിൽ മഞ്ഞൊക്കെ കയറി. ഇപ്പോൾ KSRTC എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ KSRTCയുടെ അടുത്തോടെ ബൈക്കിനൊക്കെ ആണെങ്കിലും നമ്മൾ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയാവും കേട്ടോ. അതെന്നെ നിർത്തില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഇതുപോലെ കാട്ടിക്കൂടെയൊക്കെ KSRTC പോകുന്ന കാണുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് താനും. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ രാവിലെ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇന്നിപ്പോൾ പോയപ്പോൾ തന്നെ 1-2 ആക്സിഡൻറ്റുകൾ ഇതായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇറങ്ങി അവിടെ ചോദിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒന്നും അല്ലായിരുന്നു. തിരിച്ചു പോകുന്ന സമയത്ത് അവർ ആ വണ്ടി അവിടെ ഇതാക്കുന്നത് കണ്ടു കേട്ടോ, വലിച്ച് കയറ്റി റോട്ടിലോട്ട് ഇടുന്ന ഇത് കണ്ടു. അന്നേരം നമ്മൾ രാവിലെ അവിടെ നോക്കിയിട്ട് പോയത് കാരണം ആൾക്കാരെ ഒന്നും കണ്ടില്ല, നോക്കിയിട്ട് പോയത് കാരണം തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ മലയുടെ അവിടെയൊക്കെ ഇതുപോലെ മഞ്ഞ് കയറുന്നുണ്ടായിരുന്നു. കുറേ തൊട്ടപ്പുറത്തേക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഇങ്ങോട്ട് ഇടുക്കിയിൽ നിന്ന് പോരുന്ന സമയത്ത് അതൊന്നും
മഴയും മഞ്ഞും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ വരും. ആ സമയത്തൊക്കെ ഞങ്ങൾ കുറേ നേരം നിന്ന് അവിടെ കടയുടെ അവിടെയൊക്കെ വണ്ടിയിട്ട് കുറേ നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പനംകുട്ടിയൊക്കെ എത്തി. അപ്പോൾ ഇതിലൂടെയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പണ്ട് ഞങ്ങൾ കല്യാണത്തിൻ്റെ മുൻപൊക്കെ ഞാനും ചേട്ടായും കൂടെ ഇവിടെ ഇതുപോലെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അന്നേരം എടുത്ത ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാരണം എന്നോട് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ പറഞ്ഞു ഫോട്ടോസ് എടുക്കാൻ 2 ഫോട്ടോ എടുത്ത് തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിർത്തി കുറച്ച് നേരം അവിടെയൊക്കെ കണ്ട് ഇങ്ങനെ വല്ലപ്പോഴും അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കുറേ പണികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവിടെ ഒരു 10-15 മിനിറ്റൊക്കെ ഇറങ്ങിയിരുന്നു. അപ്പോഴത്തേക്കും തന്നെ 2:30-3 മണി അടുത്താകാറായി സമയം. അപ്പം പിന്നെ നമുക്ക് ഒരുപാട് നേരം അവിടെ നിന്ന് കളയാനില്ലാത്തത് കാരണം വീട്ടിലോട്ട് പോരാം എന്നുള്ളൊരു സെറ്റപ്പിൽ ഞങ്ങൾ പോന്നു. എന്നാലും പിന്നെ എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ ഉണ്ടെങ്കിൽ പയ്യെ നിന്ന് കണ്ടാട്ടോ പോരുള്ളൂ. അപ്പം നമുക്ക് മഴയായത് കാരണം ഒരുപാട് സ്പീഡിൽ പോരാനും പറ്റില്ല. അതുകൊണ്ട് ഇത്തവണ ഒത്തിരി ഇടത്തൊന്നും ഇറങ്ങിയൊന്നുമില്ല. ഇനി തക്കുടൂനെയും കൊണ്ട് വരുമ്പോൾ വേണം കുറച്ചിടത്ത് ഇറങ്ങി എല്ലാം കണ്ട് കേട്ടൊക്കെ പോരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ കല്ലാറൂട്ടിയിൽ വന്നു. ഇനി തക്കുടുമായിട്ടൊരു ട്രിപ്പിൻ്റെ വീഡിയോ ഇടാം കേട്ടോ.